സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? ചില സ്വപ്നങ്ങൾ കണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും ഞെട്ടി ഉണർന്നിട്ടുണ്ടാവില്ലേ? ചില സ്വപ്നങ്ങൾ നല്ലതും ചിലത് ഇഷ്ടപ്പെടാൻ കഴിയാത്തതുമായിരിക്കും. എന്നാൽ ചില സ്വപ്നങ്ങൾ ചിലർക്ക് ചില സൂചനകൾ നൽകാറുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് അത്തരം സ്വപ്നങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യത്തേത് ഉയരത്തിൽ നിന്ന് വീഴുന്നതായി സ്വപ്നം കാണുക. സങ്കൽപ്പിക്കൂ, സ്വപ്നത്തിൽ നിങ്ങൾ ഉയരമുള്ള ഏതോ പ്രദേശത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നുവെന്ന് കരുതുക. പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി ഉണരുന്നു. ശരീരം വിയർത്തിരിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് പേടിച്ചുപോയി ആ സ്വപ്നം കണ്ട്. ഈ സ്വപ്നം തരുന്ന സൂചന എന്തെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്ന സമയം, അതായത് അത് ചിലപ്പോൾ ജീവിതത്തിലോ പ്രണയത്തിലോ അല്ലെങ്കിൽ ഇമോഷൻസിലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത്തരം സ്വപ്നങ്ങൾ കൂടുതലായി കാണുന്നത്. ചില വിശ്വാസങ്ങൾ പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ വീഴ്ചയിൽ നിലം തൊട്ടാണ് വീഴുന്നതെങ്കിൽ, അതായത് നിങ്ങൾ ഉയരത്തിൽ നിന്ന് ഗ്രൗണ്ടിൽ വീഴുന്നതായി അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് ഉടനെ എന്തെങ്കിലും നല്ലതല്ലാത്തത് സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന എന്നതാണ്. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട ആരെങ്കിലും കാണുകയാണെങ്കിലോ? നിങ്ങൾ സ്വപ്നത്തിൽ അവർ നിങ്ങളുടെ അടുത്ത് വരുന്നതായും നിങ്ങളോട് സംസാരിക്കുന്നതായും നിങ്ങളോട് ചിരിക്കുന്നതായും നിങ്ങൾ കാണുന്നു എന്ന് കരുതുക. ഇത്തരം സ്വപ്നങ്ങൾ നൽകുന്നത് സമാധാനപരമായ അനുഭവത്തിൻ്റെ ഫീലാണ്. എന്നാൽ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ മരണപ്പെട്ട ആൾ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നത് വളരെ ദുഃഖിച്ചും അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടിയാണെങ്കിലോ? അത്തരം സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് വേണം കരുതാൻ. അവർ സ്വപ്നത്തിൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് കാണപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള അനിഷ്ട അനുഭവത്തിൻ്റെ മുന്നോടിയാണത്. ഇനി അവർ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ അവഗണിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ഒരു വാർണിംഗ് സൈനായി വേണം കാണാൻ. ഇനി മൂന്നാമത്തേത്, നിങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നതായി കാണുക. അതായത് നിങ്ങൾ ആരെയോ പേടിച്ച് ഓടുന്നു, പുറകെ ആരോ നിങ്ങളെ പിന്തുടരുന്നതായി നിങ്ങൾ കാണുന്നു. ഇത്തരം സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ്. അതായത് ഏതെങ്കിലും പ്രശ്നത്തിലാണ് നിങ്ങളെങ്കിൽ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് സാധ്യത കൂടുതലാണ്. നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്നു അല്ലെങ്കിൽ പേടിക്കുന്നു എന്തിനെയോ. ഇങ്ങനെയുള്ള സ്വപ്നം സ്ട്രെസ് കൂടുതലുള്ളതിനെ കൂടുതലായി സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തിനെയോ നിങ്ങൾ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിങ്ങൾക്ക് സ്വപ്നമായി ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. അടുത്തതായി ഞാൻ പറയുന്നത് ഒരു വിശ്വാസം മാത്രമാണ്. അതായത് അതിരാവിലെ 3 മണിക്ക് നിങ്ങൾ ദുസ്വപ്നം കണ്ട് പേടിച്ചുണരുന്നു. ശരീരമാസകലം പേടിച്ചു വിറയ്ക്കുന്നു. ശരീരം വിയർക്കുന്നു. നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്കാണെന്ന് കരുതുക. ആ സമയം നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു ഇരുളിനെ. വിശ്വാസം പറയുന്നത് എന്തെന്നാൽ അർദ്ധരാത്രിയിൽ നെഗറ്റീവ് എനർജി കൂടുതലാണ്. അതായത് പ്രേതപിശാചുക്കളുടെ സാമീപ്യം കൂടുതലുള്ളതാണ് അർദ്ധരാത്രി 3 മണി എന്ന് പറയുന്ന സമയം. ഞാൻ ഈ പറഞ്ഞത് വിശ്വാസം മാത്രമാണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് കാര്യമല്ല. പക്ഷേ ഇത്തരം സ്വപ്നങ്ങൾ, അതായത് ഇത്തരം ദുസ്വപ്നങ്ങൾ അർദ്ധരാത്രി 3 മണിക്ക് കാണുന്നത് അനിഷ്ടകാര്യത്തിന് മുന്നോടിയായി വേണം കരുതാൻ. അഞ്ചാമതായി, നിങ്ങളൊരു പഴയ ഭവനമാണ് സ്വപ്നം കണ്ടതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ ഒരു ഭവനം വീണ്ടും കാണണമെന്നുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ വസ്തുക്കൾ, അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി നിങ്ങൾ ഒരുപാട് നാൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇല്ലായിരിക്കാം. ആ വസ്തുക്കൾ നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടാവാം മനസ്സുകൊണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് അതിനെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞും കാണും. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അതിയായ ആഗ്രഹം ആ വസ്തുവിലേക്ക് അല്ലെങ്കിൽ പഴയ ഭവനത്തിലേക്ക് ഒരിക്കൽ കൂടി സഞ്ചരിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉള്ളിലുണ്ടായിരിക്കാം. ഈ ഒരു അതിയായ ആഗ്രഹമാണ് നിങ്ങൾക്ക് സ്വപ്നമായി വന്നത്. അടുത്തതായി, നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായി എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായി സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ഒരുമിക്കുന്നതിൻ്റെ സൂചനയാണ്. അതായത് അത് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് സ്വപ്നമായി കാണുന്നത്.
അതായത് നിങ്ങൾ ഉള്ളിലൊതുക്കുന്ന ഏതെങ്കിലും വേദനയോ ഏതെങ്കിലും സ്ട്രെസ്സോ ആയിരിക്കാം നിങ്ങൾക്ക് ഇത്തരം സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്നത്. ഇനി അടുത്തതായി, നിങ്ങൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന പാലം തകർന്നു വീഴുന്നതായി നിങ്ങൾ സ്വപ്നം കാണുന്നു എന്ന് കരുതുക. ഇത്തരത്തിലുള്ള സ്വപ്നം ഒരു ബന്ധം അല്ലെങ്കിൽ ജോലി തകരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഒരു പക്ഷിയെ പെട്ടെന്ന് പറക്കാൻ കഴിയാതായി കാണുന്നു, അല്ലെങ്കിൽ അത് മരിച്ചു പോകുന്നതായി കാണുകയാണെങ്കിലോ? ഇത്തരം സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ നടപ്പാക്കാത്തതിൻ്റെ സൂചനയായി വേണം കാണാൻ. അതിനാൽ ദുഃഖകരമായ ചുവടുകൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണം. ഇനി നിങ്ങൾ ഇരുണ്ട വഴികളാണ് കാണുന്നതെന്ന് കരുതുക. ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഭയം അഥവാ വിഷാദം അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്നിവയെ കാണിക്കുന്നു. അതിനാൽ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരം സ്വപ്നങ്ങൾ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. അതായത് പഴയതിൻ്റെ അവസാനവും പുതിയതിൻ്റെ ആരംഭവുമാണ് ഇത്തരം സ്വപ്നങ്ങൾ സൂചന നൽകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ചിന്താശീലങ്ങൾ മാറ്റേണ്ടതിൻ്റെ സൂചനയായും ഇതിനെ കാണാം. ഇനി നിങ്ങൾ കാണുന്നത് പാമ്പ് അല്ലെങ്കിൽ ചെറുകീടങ്ങൾ മുതലായവയാണെങ്കിൽ ഇത്തരം സ്വപ്നങ്ങൾ ദ്രോഹം അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ശത്രുത അല്ലെങ്കിൽ വിഷം പകരുന്ന ബന്ധങ്ങൾ എന്നിവയുടെ സൂചനയാണ്. ഇനി നിങ്ങൾ തലമുടി രൂക്ഷമായി കൊഴിയുന്നതായാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിലോ? ഇത്തരം സ്വപ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാണ്. അതിനാൽ ആരോഗ്യ പരിശോധനകൾക്കായി സമയം കണ്ടെത്തുക. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ രക്തം കാണുകയാണെന്ന് കരുതുക. ഇത് ദുഃഖം, ബന്ധങ്ങളുടെ തകർച്ച അല്ലെങ്കിൽ ഭീഷണികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. അതിനാൽ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്തതായി നിങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കുന്നതായി കാണുകയാണെന്ന് കരുതുക. ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒറ്റപ്പെടലും അല്ലെങ്കിൽ പിന്തുണയുടെ അഭാവമുള്ള സ്ഥിതികളെയുമാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ കുടുംബ ബന്ധങ്ങൾ അഥവാ സൗഹൃദങ്ങൾ എന്നിവ സജീവമാക്കുക. ഇനി നിങ്ങൾ വെള്ളപ്പൊക്കം അഥവാ വലിയ തിരകൾ ആണ് സ്വപ്നത്തിൽ കാണുന്നതെന്ന് കരുതുക. ഇത്തരം സ്വപ്നങ്ങൾ ആത്മസംയമനം നഷ്ടപ്പെടുന്ന സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. അതായത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇനി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് ഉണരുന്നവരാണോ? അത് നിങ്ങളുടെ ശാരീരിക മാനസിക സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വപ്നത്തിൽ പൂക്കൾ കാണുന്നത് വളരെ നല്ലതാണ്. അത് ശാന്തതയുടെയും ആകർഷണീയമായ മുന്നേറ്റത്തിൻ്റെയും തുടക്കമാണ്. ഇനി നിങ്ങൾ സൂര്യനും ചന്ദ്രനെയുമാണ് കാണുന്നതെങ്കിലോ? ഇത്തരം സ്വപ്നം അറിവിൻ്റെ വെളിച്ചം അഥവാ പ്രശസ്തിയുടെയും ആദരവിൻ്റെയും സൂചനയാണ്. നിങ്ങൾ തിളങ്ങുന്ന വെള്ളം അഥവാ ശുദ്ധജലമാണ് സ്വപ്നത്തിൽ കാണുന്നതെന്ന് കരുതുക. ഇത്തരം സ്വപ്നം ആത്മസംതൃപ്തി, ആശ്വാസം, ശാന്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. അതായത് ആരോഗ്യപരമായ വളർച്ചയും മാനസിക ശാന്തിയും ആണ് ഇത്തരം സ്വപ്നങ്ങൾ സൂചന നൽകുന്നത്. ഇനി നിങ്ങൾ സ്വർണം അഥവാ രത്നങ്ങളാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിലോ? അത്തരം സ്വപ്നം ധനലാഭം, അധിക ആദായം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതായത് സാമ്പത്തിക നേട്ടത്തിൻ്റെ സൂചനയായി വേണം ഇത്തരം സ്വപ്നങ്ങളെ കാണാൻ. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ ചിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് കാണുന്നതെങ്കിൽ അത് ശുദ്ധതയും സന്തോഷവുമുള്ള ജീവിതത്തെ സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ ദൈവത്തെയാണ് കാണുന്നതെങ്കിലോ? അത് നിങ്ങളിൽ ദൈവിക സഹായത്തെ സൂചിപ്പിക്കുന്നു. സ്വപ്നം കാണുന്ന സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് രാത്രി 9 മണി മുതൽ അർദ്ധരാത്രി 12 മണിക്കകമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലെ ഉരുത്തിരിഞ്ഞ ചിന്തകളെ പ്രതിനിധീകരിക്കുന്നു. ഈ സമയം കണ്ട സ്വപ്നം നടക്കാൻ സാധ്യത കുറവാണ്. ഇനി നിങ്ങൾ കാണുന്ന സ്വപ്നം 12 മണിക്കും 3 മണിക്കും അകത്താണെങ്കിൽ ആന്തരിക ഭയം, അവ്യക്ത ആഗ്രഹങ്ങൾ എന്നിവയുടെ പ്രതീകമായി വേണം അത്തരം സ്വപ്നങ്ങളെ കാണാൻ. രാത്രി 12 മണി മുതൽ 3 മണിക്കകത്തുള്ള സമയത്ത് കാണുന്ന ഇത്തരം സ്വപ്നങ്ങൾ നടപ്പാക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി നിങ്ങൾ അതിരാവിലെ
3 മണി മുതൽ 5 മണിക്ക് അകത്തുള്ള സമയത്താണ് സ്വപ്നം കാണുന്നതെന്ന് കരുതുക. ഇത് ഏറ്റവും ശക്തമായ സ്വപ്നങ്ങൾ കാണുന്ന സമയമാണ്. അതിനാൽ ഈ സമയം കാണുന്ന സ്വപ്നം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നം കാണുന്ന സമയവും അതിനോടൊപ്പം ഉണരുന്ന സമയവും ശ്രദ്ധിക്കണം. ചിലത് നിങ്ങളുടെ അവസ്ഥയുടെ മനസാക്ഷി സംസാരിച്ചു തരുന്നതായിരിക്കാം. എല്ലായ്പ്പോഴും സ്വപ്നത്തിൽ നടക്കുന്നത് സംഭവിക്കണം എന്ന് വിശ്വസിക്കേണ്ടതില്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആയാസങ്ങളാകാം. സ്വപ്നങ്ങൾ ഒരു ബോധപൂർവ ആത്മപരിശോധനയ്ക്ക് വഴി തുറക്കുന്നത് പോലെ കാണുക. കൂടുതൽ ഇതുപോലെയുള്ള അറിവിലേക്കായി ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സജഷൻസും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തുക.